രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സാബു എം ജേക്കബ് 2020 കൂട്ടുപിടിച്ച് നേരെ BJP-യിലേക്ക് ചേക്കേറിയത്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അത് 2020-ക്കും BJP-ക്കും വലിയൊരു നേട്ടമാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കിറ്റക്സ് സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥലത്ത് കുന്നത്ത് നാട്ടിൽ 2020-യുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യമാണ് ബാക്കിയാവുക. ഇപ്പോൾ BJP-യുടെ സഹായത്തോടെ എവിടെ ഒരു മുന്നേറ്റം കൂട്ടാൻ സഹായിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു ചതിക്കുഴിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു തിരിച്ചടിയിലേക്കാണോ പോകുന്നത് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. ശരിക്കും എന്തായിരിക്കും 2020-യുടെ ഭാവി? അല്ല, കൊച്ചിയെ സംബന്ധിച്ച് 2020 ഉണ്ടായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇടതിനും വലതിനും മാറി മാറി വോട്ട് ചെയ്ത് മടുത്ത ജനങ്ങൾ ഇനി ആർക്ക് എന്ന് പറയുന്ന സമയത്താണ് സേവ് കൊച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ പാർട്ടികൾ ഉണ്ടായി. അതായത് കൊച്ചിയെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുചേരൂ എന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടി ഉണ്ടായി. അതേപോലെ 2020 ഉണ്ടായി. അങ്ങനെ പല പാർട്ടികളും ഉണ്ടായി. അപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും കൂടെ ഒന്നിച്ച് രണ്ടുപേരും ഒരു കക്ഷിയാണ്, ഒറ്റ കക്ഷിയാണ് എന്നുള്ള ബോധ്യം ഇവർ ജനങ്ങളിലേക്ക് ഉണ്ടാക്കുകയും ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയും പിന്നീട് ഇവർ വികസനങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുകയും ചെയ്ത സമയത്താണ് ജനങ്ങൾ ഇവരോടൊപ്പം നിന്നത്. അപ്പോൾ നമുക്കറിയാം 2020 NDA-യിലേക്ക് പോയി എന്ന് കരുതി അവരെല്ലാം BJP-ക്ക് വോട്ട് ചെയ്യുമോ എന്നൊരു ചോദ്യമാണ് അവിടെ ബാക്കിയുള്ളത്. അതെന്തായാലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമേ ആ ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നിലവിലുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് 2020 എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും അവർക്ക് ശക്തമായിട്ടുള്ള ഭൂരിപക്ഷം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലായിടത്തും 20,000, 30,000, 50,000 വോട്ടുകളുടെ ഒരു ഓഡിയൻസിനെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ BJP-ക്ക് നോക്കുകയാണെങ്കിൽ 5,000, 10,000 വോട്ടുകൾ മാത്രം പിടിക്കുന്ന BJP ഈ 2020 കൂടെ കൂട്ടുകയാണെങ്കിൽ 2020 ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 40,000, 50,000 അല്ലെങ്കിൽ 20,000 വോട്ടുകളൊക്കെ NDA-യിലേക്ക് വരികയാണെങ്കിൽ ആരടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നൊരു കക്ഷി NDA തീരുമാനിക്കും. NDA തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ അവിടെ എത്തും. ആ രീതിയിലാണ് NDA-യുടെ ഒരു ഇന്റലിജൻസ് വിങ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി പോകുന്നത്. ഇത്തരത്തിലാണ് ജനങ്ങളും ചിന്തിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ വോട്ട് സമാഹരണം സംഭവിക്കും. ഇപ്പോൾ 2020-യുടെ വോട്ടും അതുപോലെ തന്നെ BJP-യുടെ ഒരു ചെറിയൊരു വോട്ട് ഷെയറും കൂടി ഒന്നിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു വോട്ട് ഷെയർ ആവുകയും ഈ പറഞ്ഞതുപോലെ BJP ജയിക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ സാബു എം ജേക്കബിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ തന്നെ കണ്ടു 2020 പാർട്ടി BJP-യിലേക്ക് പോകുമ്പോൾ കുറേയധികം പേർ അവിടെ നിന്ന് കൊഴിഞ്ഞു പോവുകയും കോൺഗ്രസിലേക്ക് അടക്കം കുറെ പേർ ജോയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സാബു എം ജേക്കബ് വിരോധികൾ, അല്ലെങ്കിൽ സാബു എം ജേക്കബ് എടുത്ത തീരുമാനത്തോട് വിയോജിപ്പുള്ള ആൾക്കാർ എപ്പോഴും മാറി നിൽക്കില്ല. അപ്പോൾ തന്നെ അവിടെ ഒരു വോട്ട് ബാങ്കിന്റെ വിള്ളൽ സംഭവിച്ചു, അവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിട്ടുണ്ട്. ഈ NDA സംബന്ധിച്ച് NDA എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. NDA-ക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലെല്ലാം അതായത് മത നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുക. അപ്പൊ നമുക്കറിയാം BDJS എങ്ങനെയാണ് ഉണ്ടായത്. BJP-ക്ക് വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുണ്ടായതാണ് BDJS. നമ്മൾ പറയും SNDP-ക്ക് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഉണ്ടാക്കിയൊരു പാർട്ടിയാണ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. BJP-ക്ക് വേണ്ടിയിട്ട് BJP ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്. അപ്പോൾ BJP-യുടെ ഉദ്ദേശം എന്തായിരുന്നു? BDJS വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഈഴവ വോട്ടുകൾ തങ്ങളിലേക്ക് വരും. ഇന്ന് കാണുന്ന രീതിയിലേക്ക് BJP വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് BDJS ആണ്. നമ്മൾ നോക്കുമ്പോൾ BDJS വലിയ പാർട്ടിയൊന്നുമല്ല, പക്ഷെ നിലപാടുകളാണ്. BJP പോയി കഴിഞ്ഞാൽ ചാണകത്തീ ചവിട്ടി ചാണകം മണത്തു എന്ന് പറയുന്ന ആ ഒരു നാറ്റ കേസിലേക്ക് മാത്രം BJP-യെ എല്ലാവരും അങ്ങനെ മാറ്റി നിർത്തിയിരുന്നതാണ് ഈ BJP. ആ രീതിയിൽ നിന്നും ഞാൻ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ആണെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ ആണെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പങ്ക് വഹിച്ചൊരു പാർട്ടി BDJS തന്നെയാണ്. കാരണം ആർക്കും അങ്ങോട്ട് ചെന്ന് പറ്റാൻ കഴിയാത്തൊരു പാർട്ടിയായിരുന്നു BJP എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന BJP-യിലേക്ക് പോകാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതായത് രാഹുൽ പറഞ്ഞതുപോലെ ഒരു വർഗീയത പറയുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതി ഉള്ള ഒരു പാർട്ടി എന്ന നിലയിൽ BJP-യിലേക്ക് പോകാൻ വളരെ മടിച്ചിരുന്ന ഒരു കാലം. ചാപ്പ കുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ ചെറിയ ചെറിയ മുന്നണികൾ വരുന്നത്. ഇപ്പോൾ 2020 ആണെങ്കിൽ പോലും വ്യക്തമായ രാഷ്ട്രീയമല്ല പറയുന്നത്. നമുക്ക് ഇടത് വലത് ഭരണങ്ങൾ മടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് നമുക്കൊരു നാലാമതൊരു ഓൾട്ടർനേറ്റീവ് വേണം എന്ന നിലയിൽ വരുന്നു. പിന്നെ കുറെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിയ കാലം മുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്ക് എന്തോ ഒരു ഹിഡൻ അജണ്ടയുണ്ട്.
നിങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യമായി തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലെന്തോ ക്രമക്കേടുണ്ട്, അതിലെന്തോ ഹിഡൻ അജണ്ട ഉണ്ടെന്ന് പണ്ട് മുതലേ ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയല്ലേ തിരിച്ച് BJP-യിലേക്ക് വന്നത്? ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത് സാമൂഹ്യ നന്മയ്ക്ക് എന്ന് പറഞ്ഞ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, എന്നിട്ട് കുറച്ച് ആൾക്കാരുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷം അവരെ BJP-യിലേക്ക് വലിക്കും. ബിസിനസ്സുകാർ രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ ബിസിനസ് കണ്ണോടെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കച്ചവടം നടക്കുകയാണെങ്കിൽ മാത്രമേ അവരതിനെ വിൽക്കത്തുള്ളൂ. അവർ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യമാണ്. ഇപ്പം 2020 എന്ന് പറയുന്നത് കിറ്റക് സാബ് ഉണ്ടാക്കിയ വലിയൊരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യം ഇന്ത്യയുടെ കീഴിൽ കാൽക്കൽ വെക്കണമെങ്കിൽ അവിടെ വലിയൊരു കൂട്ടുകച്ചവടം നടന്നതാണ്. ഒന്നെങ്കിൽ വലിയൊരു കച്ചവടം അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാകും, അല്ലെങ്കിൽ BJP-യിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഇപ്പോൾ 2020 ഇല്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതാക്കുന്നു എന്നൊരു തോന്നൽ BJP-യിലേക്ക് പോകാറ്. അതായത് കോൺഗ്രസിലേക്കും CPM-ലേക്കും പോകാൻ കഴിയാത്തതുകൊണ്ട് BJP-യിലേക്ക് പോകുന്നു എന്നൊരു ചിന്താഗതിയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ 2020 അവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്. അവിടെ വളരെ വില കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ കൊടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയാണ്. കമ്പനി പോളിസി പ്രകാരം ജനങ്ങൾക്ക് ഇത്ര ശതമാനം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് CSR ഫണ്ട് എന്ന് പറയും. അപ്പോൾ CSR ഫണ്ട് പ്രകാരം ജനങ്ങൾക്ക് ഇത്ര ശതമാനം കൊടുക്കണം, കമ്പനിയുടെ ലാഭത്തിന്റെ കുറച്ച് ശതമാനം ജനങ്ങൾക്ക് കൂടെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് തട്ടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടത് നല്ല രീതിയിൽ പാറ്റേണൈസായി ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യമാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കമ്പനിയിൽ നിന്നും വരുന്ന ജനങ്ങൾക്ക് അത് സർക്കാരിൽ കാണിക്കാം, ഞങ്ങൾ ഇത്ര രൂപ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കാണിച്ച് അവർക്ക് അത് ടാക്സിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും എല്ലാം അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ 20,000 വോട്ടുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ തൃപ്പൂണിത്തറയിൽ മാത്രമാണ് BJP-ക്ക് ഒരു സ്വാധീനമുള്ളൊരു മണ്ഡലം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കോൺഗ്രസിന്റെ ഒരു അധീനതയിലുള്ള മണ്ഡലമാണ്. പിന്നെ ഒരു രണ്ടാം കക്ഷി എന്ന് പറയുന്നത് CPM ആണ്. അവിടേക്കാണ് 2020 വരുന്നത്. അപ്പോൾ അവിടെ 2020 വരുമ്പോൾ 2020 വാങ്ങിക്കുന്ന 20,000 BJP വാങ്ങിക്കുന്ന ഒരു 10,000 വോട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് CPM-ന്റെയോ കോൺഗ്രസിന്റെയോ പോക്കറ്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ വലിയൊരു ഇടിവുണ്ടാവും. അവിടെ രണ്ടാം കക്ഷിയായിട്ട് ചിലപ്പോൾ NDAക്ക് മാറാൻ കഴിഞ്ഞേക്കും. അതാണ് NDAയുടെ ഒരു ചിന്താഗതി. അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അനുകൂലമാണെങ്കിൽ, ഇപ്പോൾ ജനങ്ങളുടെ വികാരം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഏത് സമയത്താണ് അവരുടെ ചിന്താഗതി മാറുന്നത്. അവർ ആ ഒരു പാറ്റേൺ മാറുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു BJPക്ക് വന്നിട്ടുള്ള വളർച്ചയുണ്ട്, അതേപോലെ തന്നെ CPM ഉണ്ടായിട്ടുള്ള ഇടിവുണ്ട്. ആ CPM-നുണ്ടായിട്ടുള്ള ഇടിവും കോൺഗ്രസിനും അവിടെ ഇടിവുണ്ടാകുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും? ഒന്നെങ്കിൽ 2020 അല്ലെങ്കിൽ NDA. അപ്പോൾ NDA ചൂസ് ചെയ്യുന്ന ആളുകളും 2020 ചൂസ് ചെയ്യുന്ന ആളുകളും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയം 2020-ക്കാവും. അങ്ങനെ 1-2 സീറ്റുകൾ പിടിക്കാമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് NDA മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പത്തെ 2020 നമ്മൾ പോയേക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഒരു ബൂം അയക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ അതേ ലൈൻ പിടിച്ചാണ് 2020 ഉണ്ടാക്കിയതും ആ പാർട്ടിയിലേക്ക് പോകുന്നതും. പിന്നീട് അവിടെ അധിക കാലത്ത് നിന്ന് നമ്മൾ കണ്ടില്ല. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ NDAയുടെ കൂടെ ഉണ്ടാവണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ആ വോട്ടുകൾ ഒരു പക്ഷെ NDAയെ സംബന്ധിച്ച് ആ വോട്ടുകൾ NDAയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കാലത്തും അവരെ വോട്ടുകൾ വാങ്ങിക്കാനുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് NDAയുടെ ഒരു ശക്തി. അതുകൊണ്ടാണ് തെക്ക് പിടിക്കാനുള്ളൊരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റുമായിട്ടാണ് NDA മുന്നോട്ട് പോകുന്നത്. മോദി വന്നു, 2020 NDAയിലേക്ക് വന്നു, എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ ഇതിന്റെ പിന്നിൽ ഉണ്ടാകും.